ഒരു വീട് വാങ്ങണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ നമ്മൾ ഒരുപാട് വീടുകൾ പോയിട്ട് കാണും. പക്ഷെ ചില വീടുകളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും. ഈ വീട് എനിക്കുള്ളതാണ്. എനിക്ക് ഇത് തന്നെ മതി. ഈ വീട് എനിക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അങ്ങനെ തോന്നുന്ന ചില വീടുകളുണ്ട് നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ളത്ര ലാൻഡ് അളവ് നമ്മുടെ ഒരു വീട് വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് കുറച്ച് ലാൻഡ് കൂടുതൽ വേണം. 2 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യണം. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഭംഗിയിൽ നിൽക്കണം. കണ്ടാൽ ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന വീടായിരിക്കണം. കിണർ വെള്ളം മസ്റ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിനെയെല്ലാം നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പട്ടിമറ്റം റൂട്ടിലാണ്. ബസ് റൂട്ടിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. കിഴക്കമ്പലം പട്ടിമറ്റം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട്ടിൽ നിന്ന് കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് വെറും 1.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈസിയാണ്. 7.7 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്താവുന്നതാണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 14 കിലോമീറ്ററും ആലുവയിലേക്ക് 13 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് ഒരു ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ 17 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് നമുക്ക് ഈസിയാണ്. 22 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ ലാൻഡ് അളവ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 5,900 ആണ് ലാൻഡ് അളവ് വരുന്നത്. ഏകദേശം 6 സെന്റ് അടുത്ത് നമുക്ക് ലാൻഡ് വരുന്നുണ്ട്. അതുപോലെ വലിയൊരു സ്ക്വയർ ഫീറ്റും കിട്ടുന്നുണ്ട്. 2,900 ആണ് ഇവിടുത്തെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളും എക്സ്ട്രാ ഒരു റൂമും കൂടെ വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചോ ആ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എത്താം. നിറയെ വീടുകളുള്ള ഏരിയ ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം എല്ലാ വീടുകളിലും ആളുകൾ താമസമുള്ള നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിന്റെ കണ്ടിന്യൂഷൻ തന്നെ നമ്മുടെ ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെയും ടാറിട്ട റോഡ് തന്നെയാണ് കടന്നു പോകുന്നത്. വീതിയുള്ള വഴി തന്നെയാണ്. നമുക്ക് മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയുള്ള ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റ് ആണ്. മിഡിൽ പോർഷനിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. മതിൽ ഗേറ്റ് നോക്കുവാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനിലാണ് ലേസർ കട്ട് ഡിസൈൻ വന്നിട്ടുണ്ട്. സ്ലൈഡിംഗ് ആണ്, ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റിൽ നമുക്ക് 2 ചെറിയ ലൈറ്റുകൾ വെക്കാനുള്ള വർക്ക് മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങ് നീണ്ടു നിവർന്ന് പരന്ന് കിടക്കുന്ന ഒരു വീട് തന്നെയാണെന്ന് പറയാം. 5,900 ലാൻഡിൽ 2,900 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ്, സിമ്പിൾ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റും ബോർഡർ പോർഷനുകളിലൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള വലിയൊരു ഷോ വോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടും ഭംഗിയുള്ളതുമായ ഷോ ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ആ ഒരു ബാൽക്കണിയുടെ പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ആ ഒരു ഭാഗത്തും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കുകളും പെർഗോള മോഡലുള്ള ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ GA പൈപ്പിന്റെ കുറച്ച് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മുടെ നേരെ വീടിന്റെ കോമ്പൗണ്ടിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാർപോർച്ചിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡിഫറെന്റ് ആയ ഒരു ടൈലുമാണ് വിരിച്ചിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള ഒരു പോർഷന്റെ അണ്ടറിൽ നമുക്ക് ഒന്നാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ബാക്കിയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നിങ്ങൾ കണ്ടോളൂ. നല്ല ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കാർ പാർക്കിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ചെറിയ കാറുകളാണെങ്കിൽ ടോട്ടൽ 4 കാറുകൾ വരെ നമുക്ക് പാർക്ക് ചെയ്യാം. 3 കാറുകൾക്ക് എന്താണെങ്കിലും കംഫർട്ട് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. കിണർ വീട്ടിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. നല്ലൊരു വിന്റേജ് മോഡലിലാണ് കിണർ ചെയ്തിരിക്കുന്നത്. വലിയൊരു കിണറുമാണ്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കിയാൽ ഗ്രാസ് ഒക്കെ വിരിച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാർപോർച്ചിന്റെ സൈഡിലൂടെ നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് സെറ്റ് ബാഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫ്ലോറിൽ നോക്കിയാലും ഇതുപോലെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ആ ഒരു കേജ് ഇവിടെ ചെയ്തിട്ടുണ്ട്.
വീടിന്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. കിച്ചണിന്റെ ആ ഒരു ഡോറാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വഴി നമ്മൾ പോകുമ്പോൾ ഇവിടെ എല്ലാം ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയും നല്ല സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. ഒന്നാമത്തെ കാറ് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 കാറുകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ പാർക്കിംഗ് സ്പേസ് ഈ ഒരു ഭാഗത്താണ് കിട്ടുന്നത്. കാർ പാർക്ക് ചെയ്യാനും അതുപോലെ നമുക്ക് ചെടികളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ചെടി ചട്ടികളൊക്കെ വെക്കാനും നല്ലൊരു സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഇവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ വീടിന് ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ കുറച്ച് സ്പേസ് അകത്തേക്ക് തള്ളി ആ ഒരു ഷോ വാൾ നിങ്ങൾ കണ്ടതാണ്. അവിടെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് അവിടെ ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് റൈറ്റ് സൈഡിലൂടെയുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയും നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺസും ഗ്രാസും ഒക്കെയാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 4 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. പില്ലർ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകൾ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ ഡോർ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ഡോറിൽ പിടിച്ചാൽ തന്നെ അറിയാം എത്ര സ്ട്രോങ് ആണ് ആ ഡോർ എന്നുള്ളത്. വീടിന്റെ പുറത്തേക്ക് ഭാഗത്തേക്ക് വരുന്ന എല്ലാ ഡോറുകളും തന്നെ സ്റ്റീൽ ഡോർ ആണ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ലൊരു വലിയ ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 14 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. വലിയ ഫ്ലോർ ടൈലുകളാണ്, നീളവും വീതിയും ഒക്കെ ഉള്ള വലിയ ടൈലുകളാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. വൈറ്റ് കളർ ടൈല്, ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമ്മൾ വീടിനകത്തേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് കിട്ടുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വുഡൻ ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വീടിന്റെ വർക്കുകൾ ജസ്റ്റ് ഫിനിഷിംഗ് ആണ്. ഫൈനൽ പെയിന്റിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ലാഡറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നത്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ല ഭംഗിയായിട്ടുള്ള ലാമിനേറ്റഡ് ഗ്ലോസി ഷീറ്റ് ആണ് പുറത്തൊട്ടിച്ചിരിക്കുന്നത്. TV വെക്കാനായിട്ടുള്ള മെയിൻ ആ ഒരു പോർഷൻ വരുന്നത് ഇവിടെയായിട്ടാണ്. നമുക്കത് റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗിലേക്കും ഡൈനിങ്ങിലേക്കും എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു വെക്കാവുന്ന രീതിയിലാണ് TV വെക്കാനുള്ള മെയിൻ ബോർഡ് വരുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റൂഫിൽ ഇപ്പൊ അധികം വർക്കുകൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അനാവശ്യമായ യാതൊരു വർക്കുകളും റൂഫിൽ വന്നിട്ടില്ല. LED സ്ട്രിപ്പുകൾ മാത്രം ആവശ്യത്തിന് മാത്രം കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു എൻട്രൻസ് വളരെ വൈഡ് ആയിട്ടാണ്. മുകളിലൊക്കെ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഒക്കെ എടുത്തു പറയേണ്ടതാണ്. 16 അടി നീളവും 11 അടി വീതിയുമാണ്. നമുക്ക് ഏകദേശം ഒരു 12 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു ഡൈനിങ് ഹാൾ ആണ് ഇവിടെ കിട്ടുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു സ്പേസ് കൊടുത്തിട്ട് മുകളിലൊക്കെ നല്ല വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് പാനലിംഗ് ആണ്. വളരെ അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ മിറർ വരുന്നുണ്ട്. നല്ല ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിനാണ്. താഴെയൊക്കെ നോക്കിയാലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ താഴെയൊക്കെ നോക്കിയാലും നല്ല ഭംഗിയുള്ള ഗ്ലാസ് മോഡൽ ആയിട്ടുള്ള ആ ഒരു ചെറിയ പെബിൾസ് ഒക്കെയാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റെയിൽസിന്റെ ഓപ്പോസിറ്റ് സൈഡിലും കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസിന് അതേ മോഡലിൽ തന്നെയാണ് LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്തു വരുന്നത്. സ്റ്റെപ്പുകളുടെ നേരെ താഴെ നോക്കുവാണെങ്കിൽ ഇതുപോലെ നിറയെ കബോർഡ്സ് ആണ്. ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് പാനലിംഗ് വർക്കുകളാണ് വരുന്നത്. അതിന്റെ ആ ചെറിയ സ്പേസുകളിലെല്ലാം തന്നെ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് റൂഫിലുള്ള വർക്കുകളും ചെയ്തിരിക്കുന്നത്. നമുക്കിനി കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. കിച്ചണൊക്കെ എടുത്തു പറയേണ്ടതാണ്. കിച്ചന്റെ ആ ഒരു സ്ഥാനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വാസ്തുപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൽ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന 3 ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ആ എൻട്രൻസിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു വിൻഡോ കൂടി കിട്ടുന്നുണ്ട്. എൻട്രൻസ് വളരെ ഭംഗിയായിട്ട് ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിൽ ചെറിയ ഡിസൈൻ ഒക്കെ വരുന്ന ആ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫസ്റ്റ് കിച്ചൺ ആണെന്ന് പറയാം. ഒരു 5 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ല സ്പേസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ നമുക്ക് ഗ്ലാസ് ഡോർ കൊടുത്തിട്ട് നല്ലൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിലുള്ള 3 ലൈറ്റ് നിങ്ങൾ കണ്ടു. അതേ ലൈറ്റുകൾ കണ്ടിന്യൂ ചെയ്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡലാണ് റൂഫിൽ വരുന്നത്. കംപ്ലീറ്റ് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് റൂഫിലെല്ലാം തന്നെ ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ 3 ലെയറിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ഒരു ബീജ് ഷെയ്ഡിൽ നല്ല അട്രാക്റ്റീവ് ആയ കളർ തന്നെയാണ് ക്യാബിനറ്റ്സിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം സ്പേസുകളുടെ ഈ ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് എല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് എലിക്കയുടെ ഹൂഡ് ആൻഡ് ഹോബ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. 2 സിങ്ക് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. വളരെ സൗകര്യമായിട്ട് തന്നെ കിച്ചണിലെ ലേഡീസിന് അറിയാം, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരു സിങ്ക് ഒന്നും നമുക്ക് തികയാറില്ല. അങ്ങനെയുള്ളപ്പോൾ 2 സിങ്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ ഒരു കിച്ചണിന്റെ വലുപ്പത്തിന് ഒട്ടും എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ട് ഡോർ വെച്ചിട്ടുണ്ട്. ക്ലോസ് ചെയ്യാവുന്ന ഡോറാണ്. അത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. ഫസ്റ്റ് കിച്ചണിലെ സൗകര്യങ്ങൾ നമുക്ക് ധാരാളമാണ്. എന്നിട്ട് പോലും സെക്കൻഡ് കിച്ചണിലും ഇതുപോലെ നിറയെ ക്യാബിനറ്റ്സ് ആണ് മുകളിലും താഴെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് കോൺക്രീറ്റ് ചെയ്ത് സേഫ് ആയിട്ട് തന്നെയാണ് രണ്ടാമത്തെ കിച്ചണും ചെയ്തിരിക്കുന്നത്. ഡോർ നിങ്ങൾ നോക്കിക്കോളൂ, സ്റ്റീൽ ഡോർ ആണ് പുറത്തേക്കുള്ളത് വരുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ ഓപ്പൺ സ്പേസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടതാണ്. നമുക്ക് ഈ സൗകര്യങ്ങളൊന്നും പോരാ, വർക്ക് ഏരിയ വേണ്ട എങ്കിൽ വീണ്ടും അവിടെ സ്പേസ് കിടക്കുന്നുണ്ട്, നമുക്കത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ 3 ഫേസ് ആണ് വരുന്നത്. വി ഗാർഡും ലേഗ്രാൻഡും ഹാവൽസിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ നിൽക്കുന്നതിന്റെ ഇവിടെ ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറുകളെല്ലാം തന്നെ സ്റ്റീലിലാണ്. അകത്തുള്ള ഡോറുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടീക്ക് വുഡിലും ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ബെഡ്റൂം ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂമിന് വരുന്നത്. വാർഡ്രോബുകൾ ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള ബീജ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 4 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ വർക്കുകൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ ഭംഗിയുള്ള കളറാണ്. വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 12 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നിറയെ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ബേ വിൻഡോ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുഷ്യനൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് യൂസ് ചെയ്യാം. ബാക്കിയുള്ള വിൻഡോസ് ഈ ഭാഗത്താണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ഒരു ഏരിയയിൽ മാറിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഷേപ്പിൽ കർവ് ഷേപ്പിലാണ് മിറർ വരുന്നത്. ഇവിടെയായിട്ട് ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് ഡ്രോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നേരത്തെ പോലെ തന്നെ എക്സ്ട്രാ വർക്കുകളൊന്നും കൊടുക്കാതെ ലൈറ്റ് ഫിറ്റിംഗ്സിന്റെ വർക്കുകൾ മാത്രം ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിക്കോളും ഭംഗിയുള്ള ടൈലുകളാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. വന്ന വഴിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 വിൻഡോസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ റൂഫിൽ ഭംഗിയായിട്ടുള്ള ഒരു ഷാൻലിയർ ആണ് ഹാങ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോഡലിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷാൻലിയർ ആണ് ഇവിടെ വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് റൂഫിൽ നോക്കിക്കോളൂ. ഈ ഒരു ഹാളിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ടും വർക്കുകളൊന്നും ചെയ്യാതെ LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് എല്ലാ വർക്കുകളും വരുന്നത്. നേരെ നമ്മൾ കയറി വരുമ്പോൾ വലിയൊരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. ക്യാമറ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് തമ്മിലുള്ള ഗ്യാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വലിയൊരു സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ കടന്നു വന്ന വഴിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഭംഗിയായിട്ടുള്ള ഗ്ലാസ് പെബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു വോൾ യൂസ് ചെയ്യാം. അതിനുള്ള പവർ പോയിന്റ്സ് എല്ലാം ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിലത്തെ നിലയിൽ ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. അതിന്റെ കംപ്ലീറ്റ് എല്ലാ സറൗണ്ടിങ് ഏരിയാസിലും ഇതുപോലെ ക്യാബിനറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വാർഡ്രോബുകളാണ് നിറയെ. വിൻഡോ ബേ ഫെസിലിറ്റി ഇവിടെയും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് വന്നിട്ട് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. റൂഫിലും സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 3ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്.
നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ഗോൾഡ് ഷെയ്ഡിലാണ് ഇവിടുത്തെ ഇതെല്ലാം തന്നെ ടൈൽസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നാലാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 4 വിൻഡോസ് ആണ് വരുന്നത്. ഇവിടെയും നമുക്ക് വലിയൊരു ബേ വിൻഡോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ഗോൾഡൻ ഡിസൈനും ബ്ലാക്കും ഒക്കെ വരുന്ന ടൈലുകളാണ് ഇവിടെയും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് ബാത്റൂമുകളുടെയൊക്കെ സ്പേസ് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം സ്പേസ് ആണ് എല്ലായിടത്തും തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്ക് ഇവിടെ കാണാനുണ്ട്. അഞ്ചാമതൊരു റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്ട്രോങ് ആയിട്ട് തന്നെ കോൺക്രീറ്റിലാണ് ഈ ഒരു റൂമും ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഹോം തിയേറ്റർ ആയിട്ട് വേണമെങ്കിൽ കൺവെർട്ട് ചെയ്യാം. കുട്ടികളുടെ റീഡിംഗ് റൂം ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്ത് 4 വിൻഡോസ് ഉണ്ട്. ഇവിടെയും ബേ വിൻഡോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഭംഗിയായിട്ടും ഒക്കെയാണ് LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളും കണ്ടു കഴിഞ്ഞ് നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഡോർ നിങ്ങൾ നോക്കിക്കോളൂ. സ്റ്റീൽ ഡോർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്പേസ് തന്നെയാണ് ബാൽക്കണിക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൂമുകളുടെ അത്രയും തന്നെ വലുപ്പം ബാൽക്കണിക്കും വരുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അതിനകത്ത് ടഫിന്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോർണർ പോർഷനിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെയെല്ലാം കോൺക്രീറ്റിൽ നല്ല ഡിസൈൻ ആയിട്ട് തന്നെയാണ് ആ ഒരു സ്പേസുകൾ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കിക്കോളൂ, നല്ല സൺറൈസ് പോലെ ഭംഗിയായിട്ട് തന്നെയാണ് LED സ്ട്രിപ്പുകളുടെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബാൽക്കണി കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണാനുള്ളത്. യൂട്ടിലിറ്റി എന്നൊക്കെ പറയുന്നത് ഒന്നൊന്നര സ്പേസ് തന്നെയാണ് നമ്മൾ പറയേണ്ടി വരും. അത്രയ്ക്ക് വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നത്. അതും കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടും കോൺക്രീറ്റിൽ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വന്ന് നമുക്ക് ഒരാളെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് പോലും ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കി ഇവിടെ ആയിട്ടാണ് ഇതുപോലുള്ള ഓപ്പൺ വിൻഡോ വരുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാൻ അറേഞ്ച്മെന്റ്സ് എല്ലാം ഈ ഒരു കോർണർ പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് മുകളിലേക്ക് പോവുകയാണ്. അതും സേഫ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റെപ്പുകളൊക്കെ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ടെറസിലേക്കുള്ള ഡോർ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതും സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയാ ഡിസഡ്വാൻറ്റേജസും പറയാൻ പറ്റാത്തൊരു വീടാണ്. അഡ്വാൻറ്റേജസ് മാത്രമാണ് ഈ ഒരു വീടിനെ കുറിച്ച് പറയാനുള്ളൂ. സ്പേസ് പോരാ എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഈ ഒരു വീടെന്ന് പറയാം. നമുക്ക് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പട്ടിമറ്റം റൂട്ടിലാണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5900 ലാൻഡ് അളവ് വരുന്നത്. 2900 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ ഉണ്ട്, 2 കിച്ചൺ കിട്ടുന്നുണ്ട്, യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. അത് കൂടാതെ ഹോം തിയേറ്റർ ആയിട്ടോ റീഡിംഗ് റൂം ആയിട്ടോ കൺവെർട്ട് ചെയ്യാവുന്ന മറ്റൊരു റൂം കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 5.9 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2900 എന്ന് പറയുന്നതിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ആണ്. 4 BHK പ്ലസ് നമുക്ക് അഡീഷണൽ റൂം കിട്ടുന്നുണ്ട്. ഹോം തിയേറ്റർ റൂം എല്ലാം വേറെയും കിട്ടുന്നുണ്ട്. 3-4 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,25,00,000 രൂപയാണ്. 1.25 CR എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു വീട് സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ്. നിങ്ങൾക്ക് ഈ വീട് ലോൺ ഫെസിലിറ്റിയിൽ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. മാർബിൾ ഹോംസിന്റെ നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.